സീ ഡെലിവറി കഴിഞ്ഞൊരു 2 മാസം ആവുന്ന ഒരു ടൈമില് നമ്മളിങ്ങനെ മുടി ചീകുമ്പോഴേക്കും കോമ്പില് ഫുള്ള് മുടി അല്ലെങ്കിൽ റൂമില് ഫുള്ള് മുടി എന്ന് പറയുന്നത് വളരെ കോമൺ ആണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി വളരെ നോർമലാണ്. ഇത് നിങ്ങൾക്ക് മാത്രം സംഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല. ഇത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ പ്രഗ്നൻസി ടൈമില് ഈസ്ട്രോജൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്. അതായത് നമ്മുടെ പ്രഗ്നൻസിയിലെ ഹോർമോണാണ്. അതുകൊണ്ട് നമ്മുടെ മുടി നല്ല തിക്ക് ആൻഡ് ഫുള്ളായിട്ടിരിക്കും. അപ്പോൾ നോർമലി നമ്മൾ ഷെഡ് ചെയ്യുന്ന അത്ര ഹെയർ പോലും നമ്മൾ പ്രഗ്നൻസിയിൽ ഷെഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ പ്രീ പ്രഗ്നൻസിനേക്കാളും ഒരു ബെറ്റർ ഫുള്ളർ തിക്കർ ഹെയർ ആയിരിക്കും നമുക്ക് പലപ്പോഴും പ്രഗ്നൻസിയിൽ. പക്ഷേ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈസ്ട്രോജൻ ഹോർമോൺ പെട്ടെന്ന് കുറഞ്ഞു പോവാണ്. അതായത് പ്രീ പ്രഗ്നൻസി ലെവൽസിലേക്ക് വരുവാണ്. അപ്പോൾ ഇത്രയും നാൾ ഷെഡ് ചെയ്യാതിരുന്ന ഹെയറൊക്കെ പലപ്പോഴും ആ ഒരു ഷെഡിങ് ഫേസിലേക്ക് കയറും. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഡെലിവറി കഴിഞ്ഞൊരു 2 മന്ത്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കാണ്. സോ ഇതൊരു വളരെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സാണ്. നോർമൽ പ്രോസസ്സാണ്. അപ്പോൾ ഇതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഒരു 6 മന്ത്സ് ടു 12 മന്ത്സ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ പ്രീ പ്രഗ്നൻസി ഹെൽത്തി ഹെയറിലേക്ക് നമ്മൾ തിരിച്ചെത്തും. സോ സ്ട്രെസ്ഡ് ആവണ്ട. ഇനി ഇത് നമുക്ക് കുറയ്ക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡയറ്റ് എടുക്കുക. സെക്കൻഡ്ലി നമ്മുടെ ഹെയറിനൊരു ജെന്റിൽ കെയർ, അതായത് വളരെ ടൈറ്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. ആൻഡ് എസ്പെഷ്യലി ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സ് നമുക്ക് തന്നിട്ടുള്ള സപ്ലിമെൻറ്റ്സ് എല്ലാം എടുക്കാനായിട്ട് നോക്കുക. ഒരു ന്യൂട്രീഷ്യസ് ഹെൽത്തി ബാലൻസ് ഡയറ്റ് എടുക്കാനായിട്ട് നോക്കുക.